ഹേ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ടോപ്പിക്ക് എന്തിനെ കുറിച്ചാണ്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. നമുക്ക് ആരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. ഓക്കെ, നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫീമെയിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് നോക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരാം. എന്നിട്ട് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഓരോ സ്ട്രക്ചർ, ഓരോ കാര്യങ്ങൾ, ഓക്കെ, എല്ലാം ഇതിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുക, നല്ലോണം ആസ്വദിച്ച് ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു പോവാം. നിങ്ങൾ എന്താ പറയുക, ഞാൻ ഓരോ വീഡിയോസ് ഇടും, ഓരോ ദിവസവും ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കാണുക. പിന്നെ അത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നല്ലോണം കണ്ട്, ആദ്യം നിങ്ങൾ എടുക്കരുത്, അത് നല്ലോണം കണ്ട് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം കൂടെ കാണുക, എന്നിട്ട് കണ്ട് മനസ്സിലാക്കുക ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കണ്ടിട്ട് അത് നോട്ടിലാക്കി എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത ദിവസത്തെ വീഡിയോ ഇടുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഇതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാവും. ഒരിക്കലും നിങ്ങളുടെ കൂടെ മറന്നു പോവുകയും ചെയ്യില്ല. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം.